Hi, here we discussed about quicksort. quicksort എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെർജ് സോർട്ടഡ് പോലെ തന്നെയാണ്. കാരണം മെർജ് സോർട്ട് നമ്മളെങ്ങനെ യൂസ് ചെയ്യാറ്? ഡിവൈഡ് ആൻഡ് കോൺക്വർ മെത്തേഡാണ്. അതായത് ഒരു ലോങ് അറേ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സബ് അറേ ഡിവൈഡ് ചെയ്ത് ദെൻ അതിനെ സോർട്ട് ചെയ്ത് ഡിവൈഡ് ചെയ്ത് സോർട്ട് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ മെർജ് സോർട്ടിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ ക്വിക്സോർട്ടിനകത്ത് വരുന്നത്. ഡിവൈഡ് ആൻഡ് കോൺക്വർ അൽഗോരിതം തന്നെയാണ് അത് ഫോളോ ചെയ്യുന്നത്. ബിക്കോസ് ഇത് റിക്കേഴ്സീവ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യിക്കാം. ഇവിടെ ലോങ് അറേനെ സബ് അറേയായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇനി അതുപോലെ അതിൻ്റെ നെയിം പോലെ തന്നെ അത് ഫാസ്റ്റിംഗ് മെത്തേഡാണ്. അതുപോലെ തന്നെ ഇൻ പ്ലേസ് കമ്പാരിസൺ സോർട്ടാണ്. കാരണം സെയിം ഇൻപുട്ട് അറേയിൽ തന്നെയാണ് അത് സോർട്ട് ചെയ്യേണ്ടത്. ഇനി മെയിൻ പെക്യുലാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു പിവോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു എലമെൻറ്റിനെ സെലക്ട് ചെയ്യും. ഇപ്പോൾ തന്നിരിക്കുന്ന ഗിവൺ അറേയിൽ ഇപ്പോൾ 10 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ 10ൽ 1 ഒരെണ്ണം, ഏതെങ്കിലും ഒരെണ്ണം, അത് ഫസ്റ്റ് എലമെൻ്റ് ആവാം, ലാസ്റ്റ് ആവാം, റാൻഡം ഓ മീഡിയം, ഇതിൽ ഏത് എലമെൻ്റ് ആയാലും കുഴപ്പമില്ല. ഒരു എലമെൻറ്റ് നമ്മൾ പിവോട്ടായിട്ട് സെലക്ട് ചെയ്തു. ഈ പിവോട്ട് എലമെൻറ്റ് സെലക്ട് ചെയ്ത് ദെൻ അതിനെ പാർട്ടീഷൻ ചെയ്യുന്നു ആ ഗിവൺ അറേനെ. ഈ പിവോട്ട് എലമെൻറ്റ് വെച്ചിട്ടാണ് തന്നിരിക്കുന്ന അറേ നമ്മൾ സ്കാൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടുത്തെ കീ പ്രോസസ്സ് എന്ന് പറയുന്നത് പാർട്ടീഷനാണ്. കാരണം പാർട്ടീഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ പിവോട്ട് ക്വിക്സോർട്ടിൻ്റെ സോർട്ടിംഗ് മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പാർട്ടീഷൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു തന്നിരിക്കുന്ന അരയിലെ പിവോട്ട് എലമെൻറ്റിനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ആ എലമെൻറ്റ് നമ്മൾ പി അല്ലെങ്കിൽ പിവോട്ട് എന്ന് വിളിച്ചു. ദെൻ ആ ഒരു പിവോട്ട് എലമെൻറ്റിനെ നമ്മൾ കറക്റ്റ് പൊസിഷനിൽ എത്തുന്നത് വരെ സോർട്ട് ചെയ്യാം ഈ ഗിവൺ അറേനെ. എന്നിട്ട് സോർട്ട് ചെയ്ത് പാർട്ടീഷൻ ചെയ്ത് സോർട്ട് ചെയ്ത് ലാസ്റ്റ് നമുക്ക് കിട്ടുമ്പോൾ എന്തായിരിക്കും? ബിഫോർ പി എന്ന് പറയണത് സ്മോളർ ദാൻ പിവോട്ട് എലമെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ആഫ്റ്റർ പിവോട്ട് നമുക്ക് പിവോട്ട് എലമെൻറ്റിന് ശേഷമുള്ള ആ അരയിലത്തെ ബാക്കി എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ പിവോട്ട് ആയിരിക്കും. അങ്ങനെ നമുക്ക് ലാസ്റ്റ് നമ്മുടെ സോർട്ടായിട്ട് കിട്ടും. ദെൻ അതിന് വീണ്ടും പാർട്ടീഷൻ ചെയ്യുന്നു, വീണ്ടും അതുപോലെ തന്നെ പിവോട്ട് എലമെൻറ്റിനെ സെലക്ട് ചെയ്യുന്നു. ദെൻ കണ്ടിന്യൂ പ്രോസസ്സിനെ അറ്റ്ലീസ്റ്റ് ഒരു 2 എലമെൻറ്റ്സ് ഒരു സബ് അറേയിൽ വരുന്നവരെ നമ്മളതിനെ കണ്ടിന്യൂ സോർട്ട് ചെയ്തും പാർട്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഈ മെയിൻ പാർട്ടീഷനകത്ത് നടക്കുന്നത്. ഓക്കെ, ഇനി അതൊരു ലീനിയർ ഓർഡറിലാണ്. ഇനി ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ വേഴ്സ്റ്റ് കേസിൽ ഓർഡർ ഓഫ് n² ആണ്. ദെൻ സോർട്ടഡ് അല്ലെങ്കിൽ ആവറേജ് കേസിൽ വരുമ്പോൾ അത് ഓർഡർ ഓഫ് n log n ആയിട്ടാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ട് അൽഗോരിതം. ബേസിക് അൽഗോരിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എലമെൻറ്റിനെ പിവോട്ടായിട്ട് സെലക്ട് ചെയ്തു, പിവോട്ടായിട്ട് ഗിവൺ അറേനെ സെലക്ട് ചെയ്തു. ദെൻ അതിനെ പാർട്ടീഷൻ ചെയ്തു, റീഓർഡർ ചെയ്യാണ് ഓരോ എലമെൻറ്റ്സിനും. പിവോട്ട് എലമെൻറ്റ് വെച്ചിട്ട് ലെസ് ദാൻ ആയിട്ടുള്ള ആൾക്കാരനെ ലെഫ്റ്റ് പൊസിഷനിലേക്ക് എത്തിക്കുക, റൈറ്റ് സൈഡിൽ ഗ്രേറ്റർ ദാൻ പിവോട്ടായിട്ടുള്ള എലമെൻറ്റ്സിനെ എത്തിക്കാം. ഈ പ്രോസസ്സ് നടക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? റിക്കേഴ്സീവ് ആണ് നടക്കുന്നത്. ഓക്കെ, റിക്കേഴ്സീവ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് അറ്റ്ലീസ്റ്റ് 2 എലമെൻറ്റ്സ് വരെ ഇത് സബ് അറേയായിട്ട് പാർട്ടീഷൻ ചെയ്ത് ഈ റിക്കേഴ്സീവ് ഫംഗ്ഷൻ അതിനകത്ത് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യിക്കുന്നത്. അങ്ങനെയാണ് നമുക്കിതിൽ എലമെൻറ്റ് സോർട്ടായിട്ട് കിട്ടുന്നത്. ഇവിടെ ഞാനൊരു ചെറിയ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് 10 എലമെൻറ്റ്സിൻ്റെ 0 to 9 വരെ ഇൻഡെക്സ് കൊടുത്തു. ഇത് നമ്മുടെ ലോവസ്റ്റ് ഇൻഡെക്സ് ആണ്. ഇത് നമ്മുടെ അപ്പർ ഇൻഡെക്സ് അല്ലെങ്കിൽ ഹയസ്റ്റ് ഇൻഡെക്സ്. ലോ ഹൈ ഇത് ഞാൻ ഐ എന്ന് കൊടുത്തു, ഇതിന് ഞാൻ എച്ച് എന്ന് ഡിനോട്ട് ചെയ്തു. അത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ കേസിൽ നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, ദെൻ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പിവോട്ട് എലമെൻ്റായിട്ട് ഞാനിവിടെ 10 ആണ് എടുത്തിരിക്കുന്നത്. ആ പിവോട്ട് എലമെൻറ്റ് ഗ്രേറ്റർ ദാൻ 7 ആണെന്ന് ചെക്ക് ചെയ്തു. ഗ്രേറ്റർ ദാൻ അതായത് i+1, ഇത് ഐ ആണെങ്കിൽ തൊട്ടപ്പുറത്തെ എലമെൻറ്റ് നമ്മൾ i+1 ആണല്ലോ. ഈ i+1 എലമെൻറ്റ് ഏതാണോ ആ എലമെൻറ്റിനെ പിവോട്ടിനേക്കാളും ഗ്രേറ്റർ ദാൻ ആണോ എന്ന് ചെക്ക് ചെയ്തു. അല്ല, ലെസ് ആയതുകൊണ്ട് അവിടെ ചേഞ്ച് ഒന്നും വരുന്നില്ല. ദെൻ നമ്മൾ ഇവിടെ നിന്ന് അതിനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് സെക്കൻഡ് ഇൻഡെക്സിലേക്ക് എത്തി. സെക്കൻഡ് ഇൻഡെക്സിൽ എത്തിക്കഴിയുമ്പോൾ 10 ഗ്രേറ്റർ ദാൻ 15 ആണെന്ന് നോക്കി. യെസ് ആണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ വെച്ച് നമ്മുടെ സ്കാനിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് ലാസ്റ്റ് പൊസിഷൻ ജെയിലേക്ക് ജമ്പ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് തുടങ്ങും. അപ്പോൾ നമ്മുടെ ഏരോ മാർക്ക് ഇവിടെ എത്തിയില്ലേ. ദെൻ 10 ഗ്രേറ്റർ ദാൻ 17 ആണെന്ന് നോക്കി. അത് നോക്കി പ്രീവിയസ് ആയിട്ടുള്ള എലമെൻറ്റിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തൊട്ട് മുമ്പത്തെ എലമെൻറ്റായ 1ലേക്ക് എത്തി. അതായത് ഇവിടുന്ന് ജെ ഡിക്രിമെൻറ്റ് ചെയ്ത് വന്നു. 1ൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി എന്ത്? 10നേക്കാളും ലെസ് ദാൻ ആണ് 1.
അപ്പോൾ നമ്മൾ ഈ കണ്ടീഷൻ ഗ്രേറ്റർ ദാൻ ആണോ നോക്കിയപ്പോൾ അല്ല, ശരിയല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ 1നെയും ലാസ്റ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് എവിടെയാണ്, 15th എലമെൻ്റ് ആയിട്ടുള്ള ഇവിടെയായിരുന്നു അല്ലേ, സെക്കൻഡ് ഇൻഡെക്സിൽ. അപ്പോൾ ഈ 1ഉം 15 തമ്മിൽ രണ്ടും കൂടി സ്വാപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 1ഉം ഇവിടെ 15 ആയിട്ട് കിട്ടി. അപ്പോൾ നമ്മുടെ എലമെൻറ്റ് നമ്മുടെ അരേ എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടി. ദെൻ ഈ അതിന് ഇൻക്രിമെൻറ്റ് ചെയ്തു 6ലേക്ക് വന്നു. അപ്പോൾ 6 നോക്കി ലെസ് ദാൻ ആണ്, നോട്ട് ചേഞ്ച്. ദെൻ 16ലേക്ക് വന്നു. 16 നോക്കിയപ്പോൾ ഗ്രേറ്റർ ദാൻ 10 ആണ്. ദെൻ നമ്മൾ ലാസ്റ്റ് പൊസിഷനിലേക്ക് വന്നു. അപ്പോൾ ലാസ്റ്റ് പൊസിഷൻ ഇവിടെയായിരുന്നു നേരത്തെ നിന്നിരുന്നത്. അത് പിന്നെ നമ്മൾ 15ഉം 1ഉം കൂടി സ്വാപ്പ് ചെയ്തപ്പോൾ 1ൻ്റെ പൊസിഷനിലേക്കായിരുന്നു നമ്മുടെ ജെ നിന്നത്. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഡിക്രിമെൻറ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ നമ്മുടെ ജെയുടെ പൊസിഷൻ എന്ന് പറയുന്നത് എവിടെയാണ്, 3 ആണ്. അപ്പോൾ ഈ 3 എന്ന് പറയുന്നത് എന്താണ്, 16നേക്കാളും ചെറുതാണ്, 10നേക്കാളും ചെറുതാണ്. നമ്മൾ 16നേക്കാളും ചെറുതാണെന്ന് നോക്കണ്ട, നമ്മുടെ പിവോട്ട് എലമെൻറ്റിനേക്കാളും ചെറുതാണോ വലുതാണോ നോക്കാം. പിവോട്ട് എലമെൻറ്റിനേക്കാളും ചെറുതായതുകൊണ്ട് മുമ്പ് നിന്നിരുന്ന ഐ എലമെൻറ്റിനെ ഈ ജെ എലമെൻ്റായിട്ട് സ്വാപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 16 വന്നു, ഇവിടെ 3 വന്നു. കിട്ടിയില്ലേ? ഇനി നമ്മൾ അടുത്ത എലമെൻറ്റിലേക്ക് മൂവ് ചെയ്തു. ഐ ഇൻക്രിമെൻറ്റ് ചെയ്ത് 2ലേക്ക് എത്തി. ഈ 2 ഈ 14ൻ്റെ 2 10നേക്കാളും ഗ്രേറ്റർ ദാനാണോ നോക്കി. അപ്പോൾ എല്ലാം ലെസ് ദാൻ ആണ്, അപ്പോൾ നോ ചേഞ്ച് ആണ്. ദെൻ അടുത്ത എലമെൻറ്റിലേക്ക് മൂവ് ചെയ്തു 14. അപ്പോൾ 14 എന്ന് പറയുമ്പോൾ എന്തായി, 10നേക്കാളും ഗ്രേറ്റർ ദാൻ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും ജമ്പ് ചെയ്ത് ഇങ്ങോട്ട് വന്നു. ജെയുടെ പൊസിഷന് നമ്മൾ ജമ്പ് ചെയ്ത് വന്ന് ഡിക്രീസ് ചെയ്ത് വന്നപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കവർ ചെയ്തു അല്ലേ. ഇനി ഇവിടെ നമുക്ക് 14th എലമെൻറ്റിൽ തന്നെയാണ്, അതായത് ഇവിടെ തന്നെ നമ്മൾ ജെ ഡിക്രിമെൻറ്റ് ചെയ്തെത്തി, ഐയും ഡിക്രിമെൻറ്റ് ചെയ്തെത്തി, ഇൻക്രിമെൻറ്റ് ചെയ്തെത്തി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ രണ്ട് സ്ഥലത്തും രണ്ട് ഐയും ജെയും കൂടി ഇവിടെ ക്രോസിങ് നടന്നു. അപ്പോൾ ഇവിടെ ഒരു എലമെൻറ്റും ഇല്ല ഇനി സ്വാപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്കാൻ ചെയ്യാനായിട്ട് ഒറ്റ എലമെൻറ്റും ഇല്ല എന്ന് നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ നിന്ന് മനസ്സിലായി. അതാണ് നമ്മുടെ പിവോട്ടിൻ്റെ കറക്റ്റ് പൊസിഷൻ. അപ്പോൾ ഈ 10നെ ഈ 14 14ൻ്റെ പ്ലേസിലേക്ക് റീപ്ലേസ് ചെയ്യും. ദെൻ ഈ 2ൻ്റെ പ്ലേസിലേക്ക് 10നെ റീപ്ലേസ് ചെയ്തിട്ട് 2നെ 10ൻ്റെ പ്ലേസിലേക്ക് റീപ്ലേസ് ചെയ്യും. 14 അവിടെ തന്നെ നിർത്തും. ഓക്കെ, അപ്പോൾ നമ്മുടെ എലമെൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. അത് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്ത് നമുക്ക് ഇങ്ങനെയുള്ളൊരു അരയായിട്ട് കിട്ടി. അപ്പോൾ ഇവിടെ 10നേക്കാളും ലെസ് ദാൻ ആയിട്ടുള്ള എലമെൻറ്റ്സ് വന്നു, ഇവിടെ 10നേക്കാളും ഗ്രേറ്റർ ദാൻ ആയിട്ടുള്ള എലമെൻറ്റ്സ് വന്നു. ഓക്കെ, അപ്പോൾ പാർട്ടീഷൻ 1 കംപ്ലീറ്റ് ആയി നമ്മുടെ. ദെൻ പാർട്ടീഷൻ 1 കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യണം. എങ്ങനെ, പാർട്ടീഷൻ നമ്മൾ പിവോട്ട് എന്ന് പറഞ്ഞ എലമെൻറ്റ് 10നെ കൺസിഡർ ചെയ്തിട്ടുണ്ടാവില്ലേ, ആ 10നെ നമ്മളിവിടെ നിർത്തി. ദെൻ അതിന് മുമ്പത്തെ ആൾക്കാരനെ ഒരു സബ് അരയായിട്ടും പിന്നത്തെ ശേഷമുള്ള പിവോട്ടിന് ശേഷമുള്ള എലമെൻറ്റിനെ അടുത്ത സബ് അരയായിട്ടും കൺസിഡർ ചെയ്തു. ദെൻ ഈ രണ്ട് സബ് അരയിലേക്ക് എന്താണ് നമ്മുടെ ഈ ക്വിക്ക് സോർട്ടിൻ്റെ ബാക്കി പ്രോസസ്സ് നടക്കണം. വീണ്ടും പിവോട്ട് എലമെൻറ്റ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും 2 ആണ് സെലക്ട് ചെയ്തത് ഫസ്റ്റ് ഇൻഡെക്സിലാണ്. ദെൻ ബാക്കി എലമെൻറ്റ്സ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നു, സോർട്ട് ചെയ്യുന്നു. ദെൻ ഈ 14 വെച്ചിട്ട് ഇവരെ കമ്പയർ ചെയ്യുന്നു, സോർട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മുടെ പ്രോസസ്സ് നടന്നു. ഇതിൻ്റെ പ്രോഗ്രാം കോഡാണിത്. ഇതിനകത്ത് നമ്മളൊരു ഇൻറ്റീജർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അരേ ഡിക്ലെയർ ചെയ്തു. ദെൻ അതിനകത്ത് നമുക്ക് പാർട്ടീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ വേണം അല്ലേ. അപ്പോൾ പാർട്ടീഷനകത്ത് ഞാനിവിടെ ലോവർ ബൗണ്ട് അപ്പർ ബൗണ്ടിന് വേണ്ടി LH എന്നുള്ളത് കൺസിഡർ ചെയ്തു. കാരണം നമ്മുടെ അരേ എന്ന് പറയുന്നത് ലോവർ ബൗണ്ട് ടു അപ്പർ ബൗണ്ടാണ്, അതായത് ലോവസ്റ്റ് ഇൻഡെക്സ് തൊട്ടിട്ട് ഹയസ്റ്റ് ഇൻഡെക്സ് വരെയാണ്. അതാണ് LH എന്ന് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 എലമെൻറ്റ് അവരെ കൊടുത്തു. ദെൻ പിവോട്ട് IJ ടെമ്പൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നതാണ്. ദെൻ പിവോട്ട് എന്ന് പറയുന്നതിന് ആദ്യം ലോവർ ബൗണ്ടായിട്ട് സെറ്റ് ചെയ്തു, അതായത് ഈ ഒരു ഇതിനെയാണ് ഞാൻ പിവോട്ടായിട്ട് കൺസിഡർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോവർ ബൗണ്ടിലുള്ള ഈ എലമെൻറ്റിനെ പിവോട്ടായിട്ട് ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തു. ദെൻ I എന്ന് പറയുന്നത് L+1 ആണ്. ഈ ഒരു എലമെൻറ്റിനെയാണ് ഞാനിവിടെ I ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. കാരണം ഈ I ആണ് ഇൻക്രിമെൻറ്റ് ചെയ്ത് സ്കാൻ ചെയ്ത് പോകുന്നത്. ദെൻ ജെനെ ഞാൻ അപ്പർ ബൗണ്ടായിട്ട് കൺസിഡർ ചെയ്തു. കാരണം ഈ I ഇൻക്രീസ് ചെയ്ത് വരുന്നതോറും ഇനി 10 നമ്മുടെ പിവോട്ടിനേക്കാളും ഗ്രേറ്റർ ദാനുള്ള വാല്യൂസ് വരുമ്പോൾ നമുക്ക് ജമ്പിപ്പിച്ച് ജെയിലേക്ക് എത്തണം. അപ്പോൾ അത് ലാസ്റ്റ് ഇൻഡെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഇൻഡെക്സ് എവിടെയാണോ അവിടെ ഞാൻ നമ്മുടെ ജെ കൊടുത്തു. ദെൻ നമ്മളിവിടെ ഡു വൈൽ വെച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ വൈലിനകത്ത് A(i) ലെസ് ദാൻ ഓർ ഈക്വൽ ടു പിവോട്ട് ആണ് ആൻഡ് I ലെസ് ദാൻ H ആണ്. ഇവിടെ A(i) ലെസ് ദാൻ ഓർ ഈക്വൽ ടു പിവോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ എലമെൻറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പിവോട്ട് ആണെങ്കിൽ നമ്മൾ I ഇൻക്രിമെൻറ്റ് ചെയ്യണം. അങ്ങനെയല്ലേ നമ്മൾ ചെയ്തത്. 10
പിന്നെ 7 നോക്കി, 7 ലെസ് ദാൻ ആണെന്ന് നോക്കി, ആണെങ്കിൽ അതിനെ ഇൻക്രിമെൻറ്റ് ചെയ്തു. ഗ്രേറ്റർ ദാൻ ആകുമ്പോൾ എന്ത് ചെയ്യണം? പിവോട്ടിനേക്കാളും ഗ്രേറ്റർ ദാൻ ആകുമ്പോൾ നമുക്ക് ജെ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ജെ ഡിക്രിമെൻറ്റ് ചെയ്ത് വരുന്നു. അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് ജെനെ നോക്കുമ്പോൾ. ഓക്കെ, ദെൻ ഇവിടെ വേറൊരു കണ്ടീഷനും കൂടി എഴുതിയിട്ടുണ്ട്, ഐ ലെസ് ദാൻ എച്ച്. അതായത് നമ്മുടെ ലോവർ ഇൻഡെക്സ് അപ്പർ ഇൻഡെക്സിനേക്കാളും ചെറുതാണോ വലുതാണോ എന്നാണ് നോക്കുകയാണ് ഇത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ബൗണ്ടറി കടന്ന് ഓവർ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ. കാരണം 9 വരെ നമ്മുടെ ഇൻഡെക്സ് ഉള്ളൂ, 10 അറേ എലമെൻറ്റ്സേ ഉള്ളൂ. അത് 10 ഇൻഡെക്സ് ആകുമ്പോൾ 11 അറേ എലമെൻറ്റ് ഉണ്ടാവേണ്ടേ. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനൊരു കണ്ടീഷൻ കൂടി ഇതിനകത്ത് കൊടുക്കണം. അത് ഐ ലെസ് ദാൻ ജെ വരെയാണ് ഈ മൊത്തത്തിലുള്ള കണ്ടീഷൻ നടക്കേണ്ടത്. ദെൻ നമ്മൾ സ്വാപ്പ് ചെയ്യാനായിട്ട് ലെസ് ദാൻ ജെ ആണെങ്കിൽ സ്വാപ്പ് ചെയ്യും. കാരണം ഐയും ജെയും ഈക്വൽ ആകുമ്പോൾ അവിടെ ക്രോസിങ് നടക്കും. അപ്പോൾ ഇനി വേറെ എലമെൻറ്റ്സ് ഒന്നും സ്വാപ്പ് ചെയ്യാനായിട്ട് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഐ ലെസ് ദാൻ ജെ ആണെങ്കിൽ മാത്രമാണ് സ്വാപ്പിങ് നടക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ടെമ്പ് ഈക്വൽ ടു എ ഓഫ് എൽ കൊടുത്തു. ദെൻ ലോവർ ഇൻഡെക്സ് നമ്മൾ ജെക്ക് കൊടുത്തു, ജെയിൽ ടെമ്പിലേക്ക് കൊടുത്തു, റിട്ടേൺ ചെയ്തു. ഇത്രയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ബേസിക് ആയിട്ടുള്ളത് വരുന്നത്. ദെൻ ഇതിനകത്ത് അടുത്തൊരു ഫംഗ്ഷനോട് നമുക്ക് വേണം ക്വിക്ക് സോർട്ട്. കാരണം നമ്മൾ മെയിൻ പ്രോഗ്രാം എഴുതുമ്പോൾ ക്വിക്ക് സോർട്ട് എന്നുള്ള ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ വിളിക്കുക മെയിൻ പ്രോഗ്രാമിനകത്ത്. ദെൻ ഇതിലെ പാർട്ടീഷനാണ് നമ്മൾ നേരത്തെ ഇവിടെ കണ്ടിരിക്കുന്ന ഈ പാർട്ടീഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ക്വിക്ക് സോർട്ട് ഇൻഡ് പി നമ്മൾ ഒരു പിവോട്ട് എലമെൻറ്റിന് വേണ്ടി എടുത്തു. ദെൻ ലോവർ ബൗണ്ട് ലെസ് ദാൻ ഹയർ ബൗണ്ട് ആണെങ്കിൽ പിയിലേക്ക് നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടുള്ള വാല്യൂവിനെ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തു. ദെൻ ഇതിനകത്ത് ക്വിക്ക് സോർട്ട് L, P-1 ആണ്. അതായത് ലെഫ്റ്റ് സൈഡിലുള്ള പിവോട്ടിനേക്കാളും ചെറുതായിട്ടുള്ള ആൾക്കാരാണ് കോൾ ചെയ്യാനായിട്ട് ഈ ഒരു ഫംഗ്ഷൻ വിളിച്ചു. ദെൻ P+1, H അത് അപ്പർ നമ്മുടെ ഹയർ ഇൻഡെക്സിൻ്റെ ഭാഗത്തുള്ള ആൾക്കാരാണ്. അതായത് പിവോട്ടിൻ്റെ റൈറ്റ് സൈഡിലുള്ള സബ് അറേയാണ് അതിനെ കോൾ ചെയ്യാനായിട്ട്. അതാണ് നമ്മുടെ ക്വിക്ക് സോർട്ടിൻ്റെ ഈ ഒരു പ്രോഗ്രാം വരുന്നത്. ഓക്കെ, താങ്ക് യു. ഇത്രയാണ് ഉള്ളത്. ഇതാണ് പ്രോഗ്രാം വരുന്നത്, പ്രോഗ്രാം കോഡ്. സിമ്പിൾ മെത്തേഡാണ് ക്വിക്ക് സോർട്ട്. ഇതിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളാണ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ മെയിൻ പ്രോഗ്രാം എഴുതണം. മെയിൻ പ്രോഗ്രാമിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് അറേനെ റീഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ക്വിക്ക് സോർട്ടിൽ നിന്നുള്ള ഈ ഒരു ഫംഗ്ഷനെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്വിക്ക് സോർട്ടിനെ വിളിക്കുമ്പോഴാണ് നമുക്ക് ഈ പാർട്ടീഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് ഈ ഒരു പ്രോഗ്രാം വെച്ചിട്ടാണ് പാർട്ടീഷൻ നടക്കുന്നത്. ഓക്കെ, I hope all you are clear. Okay, thank you. Is there any doubt? Please comment. Okay, thank you everyone.